എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിൽവിയ പ്ലാത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയെക്കുറിച്ചാണ്, മിറർ. ശരിക്കും ഇതൊരു സാധാരണ കവിതയല്ല. അപ്പോൾ റെഡിയല്ലേ? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പം എന്താണ് കാണാറ്? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇതൊരു സാധാരണ ചോദ്യമല്ല. കാരണം ഈയൊരു ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാലേ ഈ കവിതയുടെ ആത്മാവ് കിടക്കുന്നത്. ഈ കവിത എഴുതിയത് ആരാണെന്നറിയോ? പ്രശസ്ത കവയത്രി സിൽവിയ പ്ലാത്ത്. പക്ഷെ എപ്പോഴാണ് എഴുതിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചതിന് തൊട്ടു പിന്നാലെ. ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ അങ്ങനൊരു സമയത്താണ് ഈ കവിത ജനിക്കുന്നത്. ഇത് മനസ്സിൽ വെച്ചാൽ കവിത വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടും. ശരി, അപ്പൊ നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ഇതിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്താന്ന് വെച്ചാല് ഈ കവിത നമ്മളോട് സംസാരിക്കുന്നത് ആരാണെന്നുള്ളതാണ്. ഇത് സിൽവിയ പ്ലാത്തിന്റെ ശബ്ദമല്ല, മറിച്ച് നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അതെ, ഒരു കണ്ണാടി. ഈ കവിതയുടെ ആഖ്യാതാവ് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ആൾ ഒരു കണ്ണാടിയാണ്. അത് തുടക്കത്തിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വെള്ളിയാണ്, വളരെ കൃത്യമാണ്, എനിക്ക് മുൻവിധികളൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ ഉള്ളതുപോലെ കാണിക്കും, അത്രേ ഉള്ളൂ. കണ്ണാടി പറയുന്നത് കേട്ടില്ലേ? ഞാൻ കാണുന്നതെന്തും അപ്പോ തന്നെ വിഴുങ്ങുന്നു. സ്നേഹം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒരു മങ്ങലുമേൽപ്പിക്കാതെ അതേപടി. എന്തൊരു സത്യസന്ധമായ പ്രഖ്യാപനമാണല്ലേ! അതായത്, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ആളാണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു തരും, അത്രമാത്രം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കണ്ണാടിക്കൊക്കെ എങ്ങനെയാ സംസാരിക്കാൻ പറ്റുന്നതെന്ന്, അല്ലേ? സാഹിത്യത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണത്. അതിന്റെ പേരാണ് പേഴ്സോണിഫിക്കേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, ജീവനില്ലാത്തൊരു സാധനത്തിന് നമ്മളെ മനുഷ്യന്റെ കഴിവുകളും ചിന്തകളൊക്കെ കൊടുക്കുക. ഇവിടെ ഈ കവിതയില് കണ്ണാടി നമ്മളെപ്പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നു. കണ്ണാടി സ്വയം വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഞെട്ടല തോന്നും. ഞാനൊരു ക്രൂരനല്ല, സത്യസന്ധൻ മാത്രം, 4 കോണുകളുള്ള ഒരു കൊച്ചു ദൈവത്തിന്റെ കണ്ണ് എന്ന്. ആലോചിച്ചു നോക്കൂ, ഒരു ദൈവത്തിന്റെ കണ്ണ് പോലെയാണ് താനെന്ന്. കാരണം ദൈവത്തെപ്പോലെ അതിനും യാതൊരു പക്ഷപാതവുമില്ല. അത് ക്രൂരതയല്ല കാണിക്കുന്നത്, സത്യം മാത്രമാണ്. അപ്പോ ഈ കണ്ണാടിയുടെ മുന്നിൽ ആരുമില്ലാത്തപ്പോൾ അതെന്തായിരിക്കും ചെയ്യാ? മിക്ക സമയത്തും അത് ധ്യാനിക്കുന്നത് അതിന്റെ നേരെ എതിർവശത്തുള്ള ഒരു പിങ്ക് ഭിത്തിയെയാണ്. കുറെ കാലമായി അതിനെ തന്നെ നോക്കിയിരുന്ന് ആ ഭിത്തിയിപ്പോ അതിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇടയ്ക്ക് വരുന്ന മുഖങ്ങളും രാത്രിയിലെ ഇരുട്ടും മാത്രമാണ് അവരെ തമ്മിൽ പിരിക്കുന്നത്. രസമുണ്ടല്ലേ ആ ഒരു ചിന്ത? ഓക്കേ, ഇതുവരെ നമ്മൾ കേണ്ടത് 1ാം ഭാഗമാണ്. ഇനി കവിതയുടെ സ്വഭാവം മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. ഒരു വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇവിടെയാണ് എല്ലാം മാറിമറിയുന്നത്. അടുത്ത വരി ഇതാണ്: ഇപ്പോൾ ഞാനൊരു തടാകമാണ്. വെറും 3 വാക്കുകൾ. പക്ഷെ ആലോചിച്ചു നോക്കൂ അതിന്റെ ഒരു ഇമ്പാക്റ്റ്. അതുവരെ ഒരു കണ്ണാടിയായിരുന്ന ആഖ്യാതാവ് ഒറ്റ നിമിഷം കൊണ്ട് ഒരു തടാകമായി മാറിയിരിക്കുന്നു. എന്തൊരു മാറ്റം! അപ്പൊ എന്തിനാണ് ഈ മാറ്റം? ഒരു കണ്ണാടിയിൽ നിന്ന് തടാകത്തിലേക്ക് മാറിയത് എന്തിനാകും? ആ വ്യത്യാസം വളരെ വലുതാണ്. കണ്ണാടിയെന്ന് പറയുന്നത് ഒരു പരന്ന പ്രതലമാണ്. അതിന് പുറംകാഴ്ചകളെ കാണിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ ഒരു തടാകമോ? അതിന് ആഴമുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നോക്കാം. അതായത്, നമ്മൾ വെറുമൊരു പുറംകാഴ്ചയിൽ നിന്ന് ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയിലേക്കാണിപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെ തടാകമായി മാറിയ ഈ ആഖ്യാതാവിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വരികയാണ്. അവരുടെ ഈ വരവും തിരച്ചിലുമാണ് ഇനി കവിതയുടെ കാതൽ. ഈ സ്ത്രീ തടാകത്തിലേക്ക് കുനിഞ്ഞു നോക്കുന്നത് വെറുതെ തന്റെ പ്രതിബിംബം കാണാനല്ല. കവിത പറയുന്നത് അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് എന്റെ ആഴങ്ങളിൽ തിരയുന്നു എന്നാണ്. അതായത്, തന്റെ പുറംമോടിക്കപ്പുറം തന്റെ ഉള്ളിലെ യഥാർത്ഥ ഞാനാരാണെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണവർ. പക്ഷെ ഈ തിരച്ചിലിനൊടുവിൽ അവർ കണ്ടെത്തുന്നത് സന്തോഷമൊന്നുമല്ല. ആ സത്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതിനുള്ള പ്രതിഫലമെന്താണെന്നറിയോ? കണ്ണീരും കൈകളുടെ വിറയലും. ആ സത്യം അവരെ അത്രയധികം ഉലയ്ക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു പോരാട്ടം തുടങ്ങുകയാണ്. ഒരു വശത്ത് തടാകം കാണിച്ചു കൊടുക്കുന്ന ആ പച്ചയായ യാഥാർത്ഥ്യം, മറുവശത്ത് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ചില മനോഹരമായ നുണകളും. ഈ സത്യം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ സ്ത്രീ എന്തു ചെയ്യുമെന്നറിയോ? അവൾ നുണയന്മാരുടെ അടുത്തേക്ക് തിരിയും. ആരാണീ നുണയന്മാർ? മെഴുകുതിരികളും ചന്ദ്രനും. കാരണം അവയുടെ മങ്ങിയ സോഫ്റ്റായ വെളിച്ചത്തിൽ മുഖത്തെ ചുളിവുകളും പാടുകളുമൊന്നും അത്ര വ്യക്തമായി കാണില്ല. അതൊരു താൽക്കാലിക ആശ്വാസം നൽകും. അപ്പോ ആ വ്യത്യാസം ഇപ്പോൾ ക്ലിയറല്ലേ?
തടാകം പച്ചയായ സത്യം മുഖത്തു നോക്കി പറയും. നിങ്ങളുടെ കുറവുകളും പ്രായമാകുന്നതും എല്ലാം അത് കാണിക്കും. പക്ഷെ മെഴുകുതിരികളും ചന്ദ്രനും ആ സത്യങ്ങളെ ഒന്ന് മയപ്പെടുത്തി ഒരു മനോഹരമായ കള്ളം പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീക്ക് ആ തടാകത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതൊരു തരം നിർബന്ധം പോലെയാണ്. ഓരോ പ്രഭാതത്തിലും സൂര്യനുദിക്കുമ്പോൾ അവൾ വീണ്ടും ആ തടാകത്തിനരികിലെത്തുന്നു, ആ സത്യത്തെ വീണ്ടും നേരിടുന്നു. ശരി, ഇനി നമ്മൾ ഈ കവിതയുടെ ക്ലൈമാക്സിലേക്കാണ് കടക്കുന്നത്. ഒരു പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന, മനസ്സിൽ നിന്ന് മായാത്തൊരിമേജിലേക്കാണ് നമ്മൾ പോകുന്നത്. കവിത പറയുകയാണ്, എന്നിൽ അവൾ ഒരു യുവതിയെ മുക്കിക്കൊന്നിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ ആ ഒരു പ്രയോഗം. ഇതിന്റെ അർത്ഥമെന്താ? അവളുടെ ഉള്ളിലെ ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി, അവളുടെ യൗവനം, അത് എന്നേക്കുമായി ഈ തടാകത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അതിനി തിരിച്ചുവരില്ല. അങ്ങനെ ആ യുവതി മുങ്ങിത്താഴുന്ന അതേ സമയത്ത് ആ ആഴങ്ങളിൽ നിന്ന് മറ്റൊന്നും മുകളിലേക്കുയർന്നു വരുന്നുണ്ട്. ആരാണത്? ഒരു വൃദ്ധ. അത് ദിനംപ്രതി അവൾക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് വാർദ്ധക്യം അവളെ തേടി വരികയാണ്. അതെങ്ങനെയാണ് ഉയർന്നു വരുന്നതെന്നറിയണ്ടേ? കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഭീകരനായ മത്സ്യത്തെപ്പോലെ. വാർദ്ധക്യത്തെ ഇതിലും ഭീകരമായി വർണ്ണിക്കാൻ കഴിയുമോ? ആഴങ്ങളിൽ നിന്ന് അവളെ പിടിക്കാൻ വരുന്ന ഒരു ഭീകരജീവിയെപ്പോലെയാണ് അവർക്ക് വാർദ്ധക്യം അനുഭവപ്പെടുന്നത്. അപ്പോ നമ്മൾ കണ്ടതെന്താണ്? ഇതൊരു യാത്രയായിരുന്നു, അല്ലേ? ഒരു പരന്ന കണ്ണാടിയിൽ തുടങ്ങി ആഴങ്ങളുള്ള ഒരു തടാകത്തിലെത്തിയ യാത്ര. സ്വന്തം സ്വത്വം തേടുന്നതിനെക്കുറിച്ചും സത്യത്തെ നേരിടാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ചും പിന്നെ യൗവനം നഷ്ടപ്പെടുന്നതിലെ വേദനയും വാർദ്ധക്യമെന്ന ഭീകരസത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള തീവ്രമായൊരു അനുഭവമാണ് സിൽവിയ പ്ലാത്ത് നമുക്ക് തരുന്നത്. കവിത അവസാനിക്കുമ്പോൾ ആ ചോദ്യം നമുക്കും നേരെയും വരികയാണ്. നമ്മൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ആ ആഴങ്ങളിൽ നിന്ന് നമ്മളെ തേടി ഉയർന്നു വരുന്നത് എന്തായിരിക്കും? ഏത് സത്യമായിരിക്കും ആ ഭീകരനായ മത്സ്യത്തെപ്പോലെ നമ്മളെ കാത്തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.